ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇതുപോലൊരു സെയിം പ്രോബ്ലം കണ്ടിരുന്നു. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമുക്ക് നേരത്തെ തന്ന പോലത്തെ ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ നമുക്ക് കോമ്പണൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനനുസരിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻസിൽ മാറ്റം വരാം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ആയിരുന്നു കണ്ടിരുന്നത്. അതിൽ XYZ കോമ്പണൻസ് ആയിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം റോ 5 കോമ്പണൻസ് ഒക്കെയാണ് വരുന്നത്. സോ റോ 5 എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പണൻസ് ആണ്. സോ അതിനനുസരിച്ച് നമ്മളുടെ ഡൈവേർജൻസിൻ്റെയും കേളിൻ്റെയും ഒക്കെ എക്സ്പ്രഷൻ മാറും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വെക്ടർ ഈ ഒരു വെക്ടറാണ്. ഫസ്റ്റ് നമുക്ക് ഡൈവേർജൻസ് കാണാം. സോ ഡൈവേർജൻസ് കാണുന്നതിന് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഡൈവേർജൻസ് ഓഫ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇതായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എക്സ്പ്രഷനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനാണ് പോകുന്നത്. സോ ആദ്യം നമുക്ക് ഡെൽ ഡോട്ട് എ എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/ρ ഡോ ബൈ ഡോ റോ ഓഫ്, എനിക്കിവിടെ റോ ഇൻറ്റു എ റോ എന്നാണ് പറയുന്നത്. നമ്മുടെ എ റോ എന്ന് പറയുന്നതാണ് ദിസ് കോമ്പണൻറ്റ്. സോ നമുക്ക് എന്ത് വരും? ഓൾറെഡി ഇവിടെ ഒരു റോ ഉണ്ട്. സോ റോ ഇൻറ്റു നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 റോ² കോസ് 5 ആണ് നമുക്കവിടെ കിട്ടുക. ദെൻ പ്ലസ് 1/ρ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ദിസ് വൺ. സോ ഡോ ബൈ ഡോ 5 ഓഫ് റോ. ദെൻ നമുക്ക് തേർഡ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡോ ബൈ ഡോ Z ഓഫ് 0 എന്നാണ് വരിക. ഓക്കെ, സോ അത് ക്യാൻസലായി പോകും. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1/ρ ഇൻറ്റു നമുക്ക് എന്താ വരിക? ഡോ ബൈ ഡോ റോ ആണ്. സോ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു റോ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ റോ സ്ക്വയറിനെ ചെയ്ത് കഴിഞ്ഞാൽ 2 റോ ആണ് വരിക. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. സോ നമുക്ക് എന്ത് വരും? 4 കോസ് 5 ആണ് നമുക്കവിടെ വരിക. പ്ലസ് 1/ρ, പിന്നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു 5 ആണ് നമുക്ക് ചെയ്യുന്നത്. സോ അത് നമുക്ക് 0 ആയി പോവും. സെക്കൻഡ് ടേം നമുക്ക് 0 ആണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് റോ ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എന്താ വരിക? 4 കോസ് 5 ആണ് നമുക്കവിടെ കിട്ടുക. ദിസ് ഇസ് ദ ആൻസർ ഫോർ ഡൈവേർജൻസ് ഓഫ് ദിസ് വെക്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് കേൾ ഓഫ് ദ വെക്ടർ ആണ് കാണേണ്ടത്. സോ കേൾ ഓഫ് വെക്ടർ കാണുന്നതിന് അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടിരുന്നത്? ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ എക്സ്പ്രഷനിൽ നമുക്ക് നമ്മുടെ അത് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 1/ρ ഉണ്ട് ഇൻറ്റു നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ദിസ് മൈനസ് ദിസ് ആണ് വരിക. ഡോ ബൈ ഡോ 5 ഓഫ് AZ. AZ എന്ന് പറയുന്നത് നമുക്ക് 0 കോമ്പണൻ്റ് ആണ്. സോ ദർ ഇസ് നോ ടേം. ദെൻ മൈനസ് സെക്കൻഡ് ടേം എന്താണ്? റോ ഇൻറ്റു A5 വിത്ത് റെസ്പെക്ട് ടു Z ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ A5 കോമ്പണൻറ്റിൽ Z എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. സോ അത് നമുക്ക് 0 ആയിരിക്കും വരിക. ദെൻ മൈനസ് സെക്കൻഡ് ടേം നമുക്ക് നോക്കുകയാണ്. സോ സെക്കൻഡ് ടേമിൽ എന്താ വരിക? ഈ ടേമിൻ്റെയാണ് വരേണ്ടത്. സോ ദിസ് മൈനസ് ദിസ് ആണ് വരിക. സോ മൈനസ് ഓഫ് ഡോ ബൈ ഡോ റോ ഓഫ് AZ ആണ്. AZ നമുക്ക് ഓൾറെഡി 0 ആണ്. എഗെയിൻ 0 മൈനസ് ഡോ ബൈ ഡോ Z ഓഫ് A5 ആണ് വരുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 2 കോസ് 5 ആണ്. അതിനകത്ത് Z ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വി വിൽ ബി ഗെറ്റിംഗ് എഗെയിൻ 0. ഓക്കെ, ദെൻ പ്ലസ് നമുക്ക് Z കോമ്പണൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതെങ്ങനെ വരും? ദിസ് മൈനസ് ദിസ് ആണ് നമുക്ക് വരിക അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ റോ ഓഫ് റോ A5 എന്നാണ് പറയുന്നത്. നമുക്ക് A5 കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോ എന്നുള്ള കമ്പോണൻ്റ് ആണ്. ഇവിടെ ഓൾറെഡി നമുക്കൊരു റോ ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? റോ സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, മൈനസ് നെക്സ്റ്റ് ടേം എന്താണ്? ദിസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ 5 ഓഫ് എ റോ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു? 2 കോസ് 5 ആണ് അല്ലേ. സോ ഇനി തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ഹോൾ ബ്രാക്കറ്റിൽ 1/ρ വരുന്നുണ്ട്. സോ 1/ρ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 2 വരും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു 5 ആയതുകൊണ്ട് നമുക്കിവിടെ കോസ് 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് മൈനസ് സൈൻ 5 അല്ലേ. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ പ്ലസ് സൈൻ 5 ആണ്. ഇവിടെ നമുക്ക് 2 അങ്ങനെ തന്നെ വരും. സൈൻ 5 നമുക്ക് അങ്ങനെ കിട്ടും.
ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്കിനി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് സൈൻ 5 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിൻ്റെ ഡൈവേർജൻസും കേളും കാണുന്നത്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ കോമ്പണൻസ് ഏത് ടൈപ്പ് ഓഫ് കോമ്പണൻസ് ആണോ, കാർട്ടീഷ്യൻ ആണോ, സിലിണ്ടറിക്കൽ ആണോ, സ്പെറിക്കൽ ആണോ, അതിനനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് മാറും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.